എടുക്കാനായിട്ട് അർഹത ലഭിച്ച 5 കുട്ടികളാണ്. ടോപ്പ് 5 എന്ന് തന്നെ പറയാം. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് ജയോ തോൽവിയോ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരൊറ്റ പേരിൽ അവരെ 5 പേരെയും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഓർഡറിൽ കുട്ടികൾ ഇങ്ങോട്ട് എത്തിച്ചേരേണ്ടതാണ്. ആദ്യമായി ഗാരി ജിയോ, ക്ലാസ് 7H. ഏഞ്ചലീന റോസ് AJ of class 6B. ഗാരി ഇവിടെ ഇരിക്കാം. താങ്ക് യു. ഇനി നമ്മുടെ മെഗാ എൻക്വസ്റ്റ് ആരംഭിക്കുന്നതിനായി ജനൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും നമുക്കിവിടെ 5 പേരെ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാവരും പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു എൻക്വസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ ദിവസവും അസംബ്ലിയിലും നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ തരാറുണ്ട്. ക്ലാസ് സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട്. പത്രങ്ങളിലൂടെയും മറ്റ് മീഡിയാസിലൂടെയും നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട്. അത് ഒരു അറിവും ചെറുതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിവുകളാൽ നിറയണം എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് നൽകാനായിട്ടാണ് ഇന്നിവിടെ ഒരു ഫൈനൽ റൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പം മത്സരിച്ച് ഏറ്റവും അവസാന ലാപ്പിലേക്ക് ഓടിയെത്തിയ 5 പേരാണ്. ഈ 5 പേർക്ക് നല്ലൊരു കയ്യടിയോടെ നമുക്ക് ഇവരെ എല്ലാ ആശംസകളും നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഈ ക്വിസ് മത്സരത്തില് 5 റൗണ്ടുകളാണ് ഉള്ളത്. അപ്പൊ ഓരോ റൗണ്ടും എങ്ങനെയാണെന്നും അത് എപ്രകാരമാണെന്നും അതിന്റെ പോയിന്റുകൾ എങ്ങനെയാണെന്നുള്ളതും നിങ്ങളോട് ഓരോ റൗണ്ടിന്റെ സമയത്ത് നിങ്ങൾക്ക് പറയും. ഇതിൽ ഇവര് മാത്രമല്ല പങ്കെടുക്കുന്നത്, നിങ്ങളുമുണ്ട്. ആദ്യത്തെ റൗണ്ടിലേക്ക് നമുക്ക് പോകല്ലേ? നിങ്ങളും റെഡിയല്ലേ? ഓക്കെ. ആദ്യത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു പാസിംഗ് റൗണ്ട് ആണ്. റൗണ്ട് പാസിംഗ് റൗണ്ട് ആണ്. എത്ര പോയിന്റ് ആണ് പറഞ്ഞത്? 10 പോയിന്റ് ആണ് ആദ്യത്തെ ആൻസറിൽ തന്നെ നിങ്ങൾ പറഞ്ഞാൽ കിട്ടുക. പാസ് ചെയ്താൽ 5 പോയിന്റ്. റെഡിയല്ലേ? ആര് ടെൻഷനൊന്നുമില്ലല്ലോ? ഓക്കെ ആണ്. മൈക്കിൽ ഉത്തരം പറയാം. ഫസ്റ്റ് ചോദ്യം കേട്ടോട്ടാ. യുദ്ധവും സമാധാനവും എന്ന നോവൽ എഴുതിയത് ആരാണ്? യുദ്ധവും സമാധാനവും എന്ന നോവൽ എഴുതിയത് ആരാണ്? ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. അപ്പൊ ലിയോ ടോൾസ്റ്റോയ് ശരിയായിട്ടുള്ള ഉത്തരം. 10 പോയിന്റ് യാരിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ഏഞ്ചലീനയോടെയാണ്. ഏഞ്ചലീന, നമുക്ക് അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കാം. ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? അപ്പൊ ഉത്തരം കിട്ടിയില്ല. ഉത്തരം കിട്ടാത്തതുകൊണ്ട് പാസ് ചെയ്തിരിക്കുകയാണ്. രവീന്ദ്രനാഥ് ടാഗോർ ശരിയായിട്ടുള്ള ഉത്തരം. 5 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ് വൈഗയ്ക്ക്. അപ്പൊ വൈഗ പറഞ്ഞ് നമുക്കറിയാം, നോബൽ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്നവർക്കാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരിൽ ഏറ്റവും ആദ്യമായിട്ട് കിട്ടിയത് നമ്മുടെ ദേശീയഗാനം ഏതാ? ജനഗണമന അല്ലെ? അത് എഴുതിയിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറിനാണ് ഏറ്റവും ആദ്യമായി നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ. മൂന്നാമത്തെ ചോദ്യം വീണ്ടും വൈഗോട് തന്നെയാണ്. മദ്യം തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം. ശരിയായിട്ടുള്ള ഉത്തരം. സെറിബെല്ലത്തെയാണ് നമ്മുടെ മദ്യം കഴിക്കുന്നത് വഴിയായിട്ട് ബാധിക്കുക. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മദ്യം. അതുകൊണ്ട് തന്നെ സെറിബെല്ലത്തെ അത് ബാധിക്കും. ശരിയായിട്ടുള്ള ഉത്തരമാണ് വൈഗ നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇന്ദ്രജിത്തിനോടാണ്. കാസിനി മിഷൻ ഏത് ഗ്രന്ഥത്തെ കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ്? കാസിനി മിഷൻ ഏത് ഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്ന പദ്ധതിയാണ്? ചൊവ്വ. ശരിയാണോ? അല്ല എന്ന് പറഞ്ഞാൽ അല്ല. ഓക്കെ. ശനി. ശരിയാണോ? ശരിയാണ്. അപ്പോ എന്തായാലും 5 പോയിന്റ് ആണ് ആർച്ച സുരേഷിന് ലഭിച്ചിരിക്കുന്നത്. കാസിനി മിഷൻ എന്ന് പറയുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹത്തെ പറ്റിയുള്ള ഒരു പദ്ധതിയാണ്. ഇനി വീണ്ടും ആർച്ചോട് തന്നെയാണ് ഈ റൗണ്ടിലെ 5ാമത്തെ ചോദ്യം.
നമ്മളെല്ലാവരും IT പഠിക്കാറുണ്ട്, പഠിച്ചിട്ടില്ലേ? IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? IT വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂളുകളിൽ സ്ഥാപിതമായ IT ക്ലബ്ബുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ലിറ്റിൽ കൈറ്റ്സ്. 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ ഇവരോട് എല്ലാവരോടും ഓരോ ചോദ്യം ചോദിച്ചു. ഓരോ ചോദ്യം കൂടിയും ഈ ഫസ്റ്റ് റൗണ്ടിൽ ഉണ്ട്. നിങ്ങൾക്കും കൂടി മനസ്സിലാവുന്നില്ലേ പറയുന്നത്? കിട്ടുന്നില്ലേ? ഓക്കെ, നമ്മളിത് വെറുതെ കേട്ടുവിടല്ല, നമ്മളും കൂടി അത് ഉള്ളില് പിടിക്കണം കേട്ടാ. ഇനി നമ്മൾ വീണ്ടും പാസിംഗ് റൗണ്ടിലെ രണ്ടാമത്തെ സെറ്റിലേക്ക് പോകാണ്. ആർച്ച സുരേഷിനോടാണ് ആദ്യത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂര്. അവിടെ ആരെ കോഴിക്കോട് എന്ന് പറഞ്ഞേ? തെറ്റുത്തരം ഇങ്ങനെ വിളിച്ചു പറയില്ല, ശരി ഉത്തരം പറഞ്ഞത് കേട്ടില്ലേ? 10 പോയിന്റ് ആർച്ചയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. തൃശ്ശൂരാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇന്ദ്രജിത്തിനോടുള്ള ചോദ്യമാണ് അടുത്തത്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്, ഓരോ രാജ്യങ്ങളും ഓരോ ഇതിൽ അറിയപ്പെടും, അതുപോലെ ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഒന്നുകൂടി പറഞ്ഞേ. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. എന്താ? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. 10 പോയിന്റ് ഇന്ദ്രജിത്തിന് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം വൈഗയോടാണ്. നമുക്കറിയാം പല രാജ്യങ്ങളുണ്ട്, അതുപോലെ പല ഭൂഖണ്ഡങ്ങളുണ്ട്, ഇല്ലേ? കോണ്ടിനെന്റ്. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ആഫ്രിക്ക. ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ആഫ്രിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് നമ്മൾ കൈമാറാണ്. ഓക്കെ, ഏഞ്ചലീന. യൂറോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ആണോ? അല്ല. ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ശരിയാണോ? ശരിയാണ്. 5 പോയിന്റ് ഗ്യാരിക്ക് ലഭിച്ചിരിക്കുന്നു. അത് ഏഞ്ചലീനോടല്ലേ? അടുത്ത ചോദ്യം ഏഞ്ചലീനോടാണ്. ഇന്ത്യയുടെ, കേൾക്ക, ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്ന വിശേഷണം ഉള്ളത് ആർക്കാണ്? ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്ന വിശേഷണം ഉള്ളത് ആർക്ക്? ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള ഉത്തരവാണ്. ഞാരി അറിയില്ല. വീണ്ടും അറിയില്ല. ഗാന്ധിജി. തെറ്റായിട്ടുള്ള ഉത്തരം. അറിയില്ല. ഇതിപ്പോ എല്ലാവരോടും ചോദിച്ചു, ആർക്കും ഉത്തരം കിട്ടിയില്ല. ഇനി നിങ്ങൾക്കുള്ളതാണ്. അറിയാവുന്നവർ കൈവക്ക പറയും. ആ, ആരാ? ഹിറ്റ്ലർ. നെഹ്റു. അല്ല. ബാലഗംഗാധര തിലക് എന്ന് ആരെങ്കിലും ഉത്തരം പറയാൻ കൈവക്കുന്നുണ്ടോ? അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബാലഗംഗാധര തിലകനാണ് ഇന്ത്യയുടെ കിരീടം വെക്കാത്ത രാജാവ് എന്ന വിശേഷണം ഉള്ളത്. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ അവസാന ചോദ്യമാണ്. അവസാനത്തെ ചോദ്യമാണ് ഫസ്റ്റ് റൗണ്ടിലെ ചോദ്യം. ഗ്യാരിയോടാണ്. രാഷ്ട്രം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. തെറ്റായിട്ടുള്ള ഉത്തരവാണ്. ആർച്ച അറിയോ? സുഭാഷ് ചന്ദ്രബോസ്. നെഹ്റു. അറിയില്ല. കിട്ടിയിട്ടില്ല. രാഷ്ട്രം പറഞ്ഞോ? ഇരുന്നു. വേറെ? അല്ല. ചോദ്യം ഒന്നുകൂടി പറയാം. രാഷ്ട്രം, ഹലോ, രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ഉത്തരം നിക്കോളോ. നിക്കോളോ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, ഓക്കെ. നിക്കോളോ മാക്കിയവല്ലി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും ആദ്യമായിട്ട്
രാഷ്ട്രം എന്ന പദം ഉപയോഗിച്ചത്? ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് പോയിന്റുകൾ നോക്കാം. ഗാരി ജിയോ 15 പോയിന്റ്സ്. വെയിറ്റിംഗ് ഫോർ മോർ പോയിന്റ്സ്. വൈഗ ഷാജു 15 points. Indrajit KV 10 points. And Archer Suresh 25 points. ആർച്ചയാണ് ഉണ്ണിയാർച്ചയായിട്ട് ഫസ്റ്റ് റൗണ്ടിൽ നിൽക്കണം അല്ലേ? അപ്പൊ മറ്റവർക്ക് ഇനിയും സമയമുണ്ട്. ഇനിയും നമുക്ക് 4 റൗണ്ട് ഉണ്ട്. ഇനിയത്തെ റൗണ്ട് എന്ന് പറയുന്നതാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്ന ഒരു റൗണ്ടാണ്. ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് കിട്ടും. ഉത്തരം പറഞ്ഞില്ലെങ്കിലോ പാസിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളും റെഡി ആയിട്ടിരിക്കുക, കേൾക്കുക. പാസിംഗ് ഇല്ലാത്ത റൗണ്ടാണ്. ഇതിന് ഉത്തരം പറഞ്ഞാൽ 10 പോയിന്റ് ഓരോരുത്തർക്ക് കിട്ടും. ഈ റൗണ്ട് ഗ്യാരിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓരോ ചോദ്യമാണ് ഈ രണ്ടാമത്തെ റൗണ്ടിൽ ഇവരോട് ഉണ്ടായിരിക്കുക. ആദ്യത്തെ ചോദ്യം, മനുഷ്യരക്തം, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ മനുഷ്യരക്തം ഇല്ലേ? ഉണ്ട്. ഈ മനുഷ്യരക്തം എത്ര ദിവസം വരെ ശേഖരിച്ചു വെക്കാൻ സാധിക്കും? എത്ര ദിവസം വരെ മനുഷ്യരക്തം ശേഖരിച്ചു വെക്കാൻ സാധിക്കും? 42 എന്ന കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നല്ലൊരു കൈയടി കൊടുക്കുക. ഗ്യാരി 10 പോയിന്റ് നേടി 25 ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം പോകുന്നു ഏഞ്ചലിനോടാണ്. കേരം എന്ന് വെച്ചാൽ എന്താണ്? കേരം, കേരത്തിന്റെ നാട് ഏതാണെന്ന് അറിയോ? അറിയാം. അങ്ങനെയാണെങ്കിൽ ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 2 എന്ന തെറ്റായിട്ടുള്ള ഉത്തരം. സെപ്റ്റംബർ 2 ശരിയായിട്ടുള്ള ഉത്തരമാണ്. ലോക നാളികേര ദിനം. വൈകയ്ക്ക് പോയിന്റ് കിട്ടില്ല, നമുക്കറിയാം പാസിംഗ് റൗണ്ട് അല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം പോകുന്നു വൈകയോടാണ്. ഭൂപടങ്ങളിൽ മഞ്ഞ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൃഷിയിടങ്ങൾ എന്നുള്ള ശരിയായിട്ടുള്ള ഉത്തരം വൈകയ്ക്ക് സമ്മാനിക്കുന്നത് 10 പോയിന്റ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഭൂപടത്തിൽ കടല് കാണിക്കും, വെള്ളം കാണിക്കും, കര കാണിക്കും, അതേപോലെ കൃഷിയിടങ്ങൾ കാണിക്കും. കൃഷിയിടത്തിന്റെ കളറ് ഏതാണ്? യെല്ലോ, മഞ്ഞ. ഓക്കെ, അടുത്ത ചോദ്യം പോകുന്നു ഇന്ദ്രജിത്തിനോട്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധാ പട്കർ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 10 പോയിന്റ് ഇന്ദ്രജിത്തിന് നേടുന്നു. രണ്ടാമത്തെ ഡു ഓർ ഡൈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ് ആർച്ചയോട് ചോദിക്കാനായി പോകുന്നത്. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ? മഹാത്മാഗാന്ധിജി. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ആർച്ച വീണ്ടും 10 പോയിന്റ് നേടി 35 പോയിന്റോടെ രണ്ടാം റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പൊ എന്തായാലും രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോൾ പോയിന്റ് നില ടീച്ചർ പറയും. ആർച്ചർ സുരേഷ് ആണ് വിത്ത് 35 പോയിന്റ്സ്. ഓക്കെ, ബാക്കി പോയിന്റ്സ് നമുക്ക് പിന്നീടുള്ള റൗണ്ടുകളിൽ പറയാം. വിഷ്വൽ റൗണ്ട് ആണ്. വിഷ്വൽ റൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവർക്ക് ഓരോ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കും. നമ്മൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ചിത്രം കണ്ടിട്ട് അത് എന്ത് ചിത്രമാണ് എന്നുള്ളത് ഇവര് തിരിച്ചറിയണം. അതാണ് ഇവർക്കുള്ള ടാസ്ക്. ഉത്തരം പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്നത് 10 പോയിന്റ് ആണ്. ഇത് പാസ് ചെയ്യും. ഉത്തരം കിട്ടിയില്ലെങ്കിൽ പാസ് ചെയ്യും. പാസ് ചെയ്താൽ ഉത്തരം കിട്ടിയാൽ എത്ര പോയിന്റ് കിട്ടും? 5 പോയിന്റ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വിഷ്വൽ റൗണ്ടിലെ ആദ്യത്തെ ചിത്രം കാണിക്കാം. അത് ആദ്യം നിങ്ങളെ കാണിക്കണോ ഇവരെ കാണിക്കണോ? നിങ്ങളെ കാണിച്ച് നിങ്ങൾ ഓളി എടുത്ത് പറയൂ ആദ്യം തന്നെ. ഓക്കെ, അപ്പൊ ഇവരെ കാണിക്കാം. ശരി, അപ്പൊ ഫസ്റ്റ് ചോദ്യം. ഹലോ, ആദ്യത്തെ ചോദ്യം പോകുന്നത് ആർച്ചയോടാണ്. മാഷിന്റെ കയ്യിലൊരു ചിത്രമുണ്ട്. ആ ചിത്രം കാണിക്കാണ്. നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ? പറയണ്ട. കാണില്ലേ? വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ? അപ്പൊ അതിന്റെ ഉത്തരം ആർച്ച് പറയും. ഈഫൽ ടവർ ശരിയായിട്ടുള്ള ഉത്തരല്ലേ? അപ്പോ ആർച്ചിക്ക് കിട്ടുന്നു 10 പോയിന്റ്. ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ?
പാരീസ് ഏത് രാജ്യത്താണ്? ഫ്രാൻസ്. ഈ ഫ്രാൻസിൽ പാരീസിൽ എന്തോ ഒരു വലിയൊരു സംഭവം ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ലോ. ഒളിമ്പിക്സ് ഏത് കൊല്ലം നടന്നേ? 2024 ഒളിമ്പിക്സ് നടന്ന വലിയ ഒളിമ്പിക്സ് നടന്ന സ്ഥലം ഏതാണ്? പാരീസ്. പാരീസിലുള്ളതാണ് ഏത്? ഈഫിൽ ടവർ. ഓക്കെ, ഫൈൻ. അപ്പൊ ആർസിക്ക് 10 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അറിയില്ലേ? അറിയോ? മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും ഇന്ത്യക്ക് അറിയാൻ നോക്കാം. ഭഗത് സിംഗ്. ഭഗത് സിംഗ് ആണ്. ശരിയല്ലേ? 10 പോയിന്റ് ഇന്ത്യത്തിന് കിട്ടുന്നു. വൈഗോയോട് വരുന്നത് പറഞ്ഞോ. അറിയില്ലേ? ചോദിക്കട്ടെ. കൽപ്പന ചൗള. കൽപ്പന ചൗള ശരിയായിട്ടുള്ള ഉത്തരം. വൈകിക്ക് ലഭിക്കുന്നു 10 പോയിന്റ്. കൽപ്പന ചൗളയുടെ പ്രത്യേകത എന്താ? ആദ്യത്തെ ചോദിക്കട്ടെ, ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയത് കൽപ്പനയാണോ? അല്ല. പിന്നെന്താ കൽപ്പനയുടെ പ്രത്യേകത? ആദ്യത്തെ ഇന്ത്യ വനിതയാണ് കൽപ്പന ചൗള. എങ്ങോട്ട് പോയത്? ബഹിരാകാശത്തേക്ക് പോയത്. പിന്നെ ആരതിന് മുന്നേ പോയിട്ടുള്ള വേറൊരു വനിത? സുനിത വില്യംസ് അല്ലെ? ഇപ്പൊ ബഹിരാകാശത്ത് കുറച്ച് പേരുണ്ടല്ലോ, അറിയോ? അവരിപ്പോ തിരിച്ചു വരാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കാണാം. ഏഞ്ചലീനോട് നമ്മൾ ചോദിക്കുന്നത് ഒരു കലയെ പറ്റിയാണ്. ഈ ചിത്രത്തിലുള്ള കല ഏതാണെന്ന് ഏഞ്ചലീന പറയാൻ നോക്കാം. ഏതാ? അറിയില്ല. കുഴപ്പമില്ല, ഏഞ്ചലീനക്ക് കിട്ടിയില്ല. പാസിംഗ് അല്ലത്. ഓക്കെ, ഈ ആർക്ക് കിട്ടുമോ നമുക്ക് നോക്കാം. പറയാലോ. കഥക്ക് അല്ലേ? ആണോ? ഏതാ? ഭരതനാട്യം. തെറ്റായിട്ടുള്ള ഉത്തരവാണല്ലോ. കുച്ചിപ്പുടി. മോഹിനി. ഇനി അതും കൂടി അല്ലേ ബാക്കിയുള്ളൂ. കുച്ചിപ്പുടി. കുച്ചിപ്പുടിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കുച്ചിപ്പുടി ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണെന്ന് അറിയോ? കർണാടക. നമ്മുടെ കേരളത്തിൽ കളിക്കില്ല ഇത്? കേരളത്തിൽ കളിക്കും, പക്ഷെ ആന്ധ്രാപ്രദേശില് കൂടുതലായിട്ടൊക്കെ ഉള്ള ഒരു കലാരൂപമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഇന്നത്തെ ചോദ്യം ഗ്യാരിയോടാണ്. എവിടെയാ? ആണോ പെണ്ണോ എന്നൊന്നും ചോദിക്കരുത്. ഏതാ? ഗോൾഡൻ ടെമ്പിളോ സുവർണ ക്ഷേത്രം? ഗോൾഡൻ ടെമ്പിൾ. ഗോൾഡൻ ടെമ്പിൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ അറിയോ? ഏത് രാജ്യത്താണെന്നറിയോ? ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെ? കേരളത്തിലാണോ? പഞ്ചാബ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 4ാമത്തെ റൗണ്ടില് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത്തിരി ഭാഗ്യം കൂടി വേണം. എന്ത് വേണം? ഭാഗ്യം വേണം. ഭാഗ്യം വേണമെന്ന് പറയാൻ കാരണം ഇന്നത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓൺ ദി സ്പോട്ട് റൗണ്ട് എന്നാണ് അറിയപ്പെടുക. ഓൺ ദി സ്പോട്ടില് ഇവരെ കൊണ്ട് നമ്മൾ നറുക്കെടുപ്പിക്കും. നറുക്കിട്ടിട്ട് കിട്ടുന്ന ഒരു സബ്ജക്ട് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റിനെ പറ്റി ഇവരോട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഇവർക്ക് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം ടീച്ചറെ? 20 പോയിന്റ്. ഒരെണ്ണത്തിന് ഓരോ ശരി ഉത്തരത്തിനും 20 പോയിന്റ് ആണ് ലഭിക്കുക. അപ്പൊ നമുക്ക് ഇതുവരെ 10 പോയിന്റ് ആയിരുന്നു, ഇനി അത് ഇരട്ടി പോയിന്റ് ആയി മാറി. ഈ 2 ചോദ്യത്തിനും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പോയിന്റ് കിട്ടും? 40 പോയിന്റ് കിട്ടും. അപ്പൊ 40 പോയിന്റും ഇവർക്ക് കിട്ടട്ടെ.
അപ്പൊ എന്തായാലും ആർച്ചയോട് നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. അപ്പൊ ലോട്ട് അഞ്ജല ടീച്ചർ ലോട്ട് എടുപ്പിക്കും. ലോട്ടില് കിട്ടിയിരിക്കുന്നത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓരോരുത്തരുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും നമുക്ക് ലോട്ട് കിട്ടുക. അതിന്റെ ഉത്തരം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമാണ് അല്ലേ? അത് ചിലപ്പോ എൻക്വസ്റ്റയില് നിങ്ങൾ പഠിച്ചിട്ടുള്ള ചോദ്യം ആയിരിക്കില്ല, പുറമേനായിരിക്കും. എല്ലാ കാര്യവും നമ്മള് സ്പൂൺ ഫീഡിങ് പോലെ തരാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഓൺ ദി സ്പോട്ട് റൗണ്ടില് ആദ്യത്തെ ചോദ്യം പോകുന്നത് ആർച്ചയോടാണ്. ആർച്ചയ്ക്ക് കിട്ടിയിരിക്കുന്ന സബ്ജക്ട് എന്തിനെ പറ്റിയാണ്? അവാർഡ്സിനെ പറ്റിയാണ്. അവാർഡുകൾ, നിരവധി അവാർഡുകൾ ഉണ്ട് അല്ലെ? നിരവധി അവാർഡുകളില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു അവാർഡ് പറഞ്ഞേ. അത്ര എളുപ്പമൊന്നല്ല, പക്ഷെ ആർച്ച് ലീഡ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റും കൂടിയാണ് അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. 2024 അതായത് കഴിഞ്ഞ വർഷം 2024 ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓടക്കുഴൽ പുരസ്കാരം കേട്ടിട്ടുണ്ടോ? അത് കരസ്ഥമാക്കിയത് ആര്? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷൻ. ശരിയായിട്ടുള്ള ഉത്തരം. 20 പോയിന്റ് ആർച്ചിക്ക് ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഓൺ ദി സ്പോട്ട് റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. ഉത്തരം പറഞ്ഞാൽ ഇത് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആൾക്ക് പാസ് ചെയ്യാം. പാസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് നമുക്ക് കൊടുക്കാം. 2024 മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉർവശിക്കാണ്. ഏത് സിനിമയ്ക്കാണ് ഉർവശിക്ക് 2024 മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത്? ഉള്ളൊഴുക്ക്. 20 പോയിന്റ് കൂടിയും കിട്ടിയിരിക്കുകയാണ്. ആർച്ച മികച്ച ഒരു പ്രകടനമാണ് നമ്മുടെ ക്വിസ് മത്സരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റൗണ്ടില്, ഓൺ ദി സ്പോട്ട് റൗണ്ടില് 40 പോയിന്റ് നേടിയിട്ടാണ് ആർച്ച പോകുന്നത്. ഇനി അടുത്തത് ഇന്ദ്രജിത്തിനുള്ള ലോട്ട് എടുക്കാം. അപ്പൊ നമുക്കും ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് അല്ലെ? ഇവര് പഠിച്ചു വന്നാലും ആ പഠിച്ചതൊക്കെ നമുക്കും കൂടി കിട്ടുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്ദ്രജിത്ത് ടോപ്പിക് എടുത്തിട്ടുണ്ട്. ടോപ്പിക് ഏതാ? സ്പോർട്സ് ആണ് എടുത്തിരിക്കുന്നത്. സ്പോർട്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അല്ലെ? നമ്മൾ നേരത്തെ ഒരു ടവറിന്റെ ഫോട്ടോ കാണിച്ചുല്ലോ, കാണിച്ചില്ലേ? ഏത് ടവർ ആയിരുന്നു? ഈഫിൽ ടവറിന്റെ ഫോട്ടോ കാണിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണെന്ന് പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സിൽ 2024 സ്ത്രീ വിഭാഗം സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയറും സ്പോർട്ട് വിമൺ ഓഫ് ദി ഇയറും കരസ്ഥമാക്കിയത് ആരാണ്? പാരീസ് ഒളിമ്പിക്സ് 2024 നടന്നപ്പോൾ സ്ത്രീ വിഭാഗം സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയറും സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയറും കരസ്ഥമാക്കിയത് ആര്? മനു ബാക്കർ. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 20 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കൂട്ടുകാരും മോശക്കാരല്ല അല്ലെ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് കളികളുണ്ട്. ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, വോളിബോൾ ഉണ്ട്, ഹാൻഡ്ബോൾ ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട് അല്ലെ? പക്ഷെ ഒരു കളിക്കാരനെ പറ്റിയാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഈ കളിക്കാരന് നിങ്ങൾ പറയരുത്, ഈ കളിക്കാരന്റെ പേര് സുനിൽ ഛേത്രി എന്നാണ്. ഈ സുനിൽ ഛേത്രി ഈ അടുത്തിടെ വിരമിച്ചു. പക്ഷെ എന്നാലും ഇന്ത്യയുടെ ടീമിന്റെ കോച്ച് ഇയാളെ തിരിച്ചു വിളിച്ചു. ഇനിയും വേണം താങ്കളുടെ സേവനം, ഇനിയും ഇന്ത്യൻ ടീമിന് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. ഈ സുനിൽ ഛേത്രി ഏത് കായിക വിഭാഗത്തിലാണ് മത്സരിച്ചത്? ഫുട്ബോൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. 20 പോയിന്റ് വളരെ സിമ്പിൾ ആയി തന്നെ ഇന്ദ്രജിത്ത് നേടിയിരിക്കുകയാണ്. അടുത്ത ലോട്ട് വൈഗയിലേക്കാണ്. സ്പേസ് റിസർച്ച് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ കൽപ്പനയുടെ കാര്യം പറഞ്ഞു അല്ലെ? അപ്പൊ അതത്ര എളുപ്പമുള്ള ഒരു കാറ്റഗറി അല്ല സ്പേസ് റിസർച്ച് എന്ന് പറയുന്നത്. ചന്ദ്രനിൽ കാലുകുത്തിയതാരാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം പുനഃസ്ഥാപിക്കുന്നതിനും ചൊവ്വയുടെ ഭാവി ശാസ്ത്ര പഠനങ്ങൾക്കുമായി
നാസ അയച്ച ബഹിരാകാശ ദൗത്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? ഒന്നുകൂടി ആവർത്തിക്കാം. ചന്ദ്രനിൽ മനുഷ്യ സാന്നിധ്യം പുനഃസ്ഥാപിക്കുന്നതിനും ചൊവ്വയുടെ ഭാവി ശാസ്ത്ര പഠനങ്ങൾക്കുമായി നാസ അയച്ച ബഹിരാകാശ ദൗത്യം മംഗൾയാൻ. തെറ്റാണ് ഉത്തരം. അപ്പൊ എന്തായാലും നമുക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ഏഞ്ചലിനക്ക് കിട്ടുമോ നോക്കാം. ചന്ദ്രയാൻ. നിങ്ങൾ കേട്ടു? നമ്മൾ കുറച്ചു നേരമായില്ലേ ഇരിക്കുന്നത്? കിട്ടോ? ഓക്കെ, അപ്പോ ഉത്തരം ഞാൻ തന്നെ പറയാം. ആർട്ടമിസ് എന്ന് പറയുന്നതാണ് ആ ദൗത്യത്തിന്റെ പേര്. അടുത്ത ചോദ്യം, ISRO എന്ന് കേട്ടിട്ടില്ലേ? ISROയുടെ പുതിയ ചെയർമാന്റെ പേര് വൈക. ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ. ശരിയായിട്ടുള്ള ഉത്തരം. ISROയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. 20 പോയിന്റ് വൈകിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് ഏഞ്ചലീനയുടെ ഊഴമാണ്. ഏഞ്ചലീനയ്ക്കുള്ള ലോട്ട് കൊടുക്കുക. കിട്ടിയ ഏതാ കിട്ടിയത്? ഏതാ? പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളും. ബുക്സ് ആൻഡ് ഓതേഴ്സ്. അതിനെ പറ്റിയാണ്. ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? അറിയാം അല്ലെ? അത് ആരെ എഴുതിയേക്കണെന്ന് അറിയില്ലേ? അറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, ഏഞ്ചലിനോട് ചോദിക്കാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഏഞ്ചലീന പറഞ്ഞല്ലോ, പേര് പറഞ്ഞു. അശോകൻ ചെരുവിൽ. തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ആർച്ച ശരിയായിട്ടുള്ള ഉത്തരാണ്. കെ ജയകുമാറിനാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മറക്കണ്ട, കെ ജയകുമാർ. അടുത്ത ചോദ്യം വീണ്ടും ഏഞ്ചലിനോട് തന്നെ. 10 പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, വൈകിക്ക് കിട്ടിയിട്ടുണ്ട്. 2024 പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മികച്ച ചെറുകഥ ഏതാണ് എന്നുള്ളതാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മികച്ച ചെറുകഥ 2024. അറിയോ? ആൽഗോരിതങ്ങളുടെ നാട്. നിങ്ങൾക്കറിയോ ചെറുകഥ എന്ന് പറയുന്നത്? അറിയില്ലേ? എന്താന്ന് മനസ്സിലായില്ലേ? അപ്പോ ഈ ചെറുകഥയ്ക്ക് 2024 കേരളത്തിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ചെറുകഥയുടെ പേരാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. സിനിമ നമുക്കൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലേ? ഇല്ലേ? ഇഷ്ടല്ലേ സിനിമ കാണാനായിട്ട്? ഓക്കെ, എന്നാൽ സിനിമയെ പറ്റി ചോദിക്കാം. സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ് ഏതാ? ഓസ്കാർ അവാർഡുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഓസ്കാർ അവാർഡ് എന്ന് പറയുന്നത് എന്താ അവാർഡാ? ഏത് കാറ്റഗറിയിൽ കൊടുക്കുന്ന? സിനിമയിലെ മികച്ച പ്രകടനങ്ങൾക്കും മികച്ച സിനിമകൾക്കും ഒക്കെ ആയിട്ട് കൊടുക്കുന്നതാണ് ഓസ്കാർ. അപ്പൊ പക്ഷെ അതൊന്നല്ല നമ്മുടെ ചോദ്യം. സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. 2024 കേട്ടെ, 2024 നാഷണൽ ഫിലിം അവാർഡ്സിൽ നിത്യ മേനോനും മാനസി പരേഖും ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടി. ഏത് ചിത്രത്തിനാണ് നിത്യ മേനോന് നാഷണൽ അവാർഡ് ലഭിച്ചത്? നിത്യ മേനോൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു നടിയാണ്. ഈ നടി ഒരു ചിത്രത്തില് അഭിനയിച്ചതിനാണ് നാഷണൽ അവാർഡ് കിട്ടിയത് കഴിഞ്ഞ വർഷം.
അത് ഏത് ചിത്രത്തിനാണ് നിത്യമേനോന് നാഷണൽ അവാർഡ് ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. അറിയില്ല? അറിയോ? ഗസറിയ. കാതൽ. ആട്ടം. ആട്ടം കേട്ടിട്ടുണ്ടോ നിങ്ങള് സിനിമ? പക്ഷെ ആട്ടത്തിനല്ല നിത്യമേനോന് കിട്ടിയത്. അതിന്റെ ഉത്തരം നിങ്ങൾക്കറിയോ? സിനിമ എന്ന് കേട്ടപ്പോ നമ്മൾ വളരെ ഈസി ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത്ര ഈസി അല്ല. തിരുച്ചിത്രമ്പലം എന്ന് പറയുന്ന സിനിമയ്ക്കാണ് നിത്യമേനോൻ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നാഷണൽ അവാർഡ് നേടിയത്. നമ്മുടെ ഈ റൗണ്ടിലെ അവസാനത്തെ ഓൺ ദി സ്പോട്ട് റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ് അടുത്തതായി ചോദിക്കുന്നത്. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചതിൽ മികച്ച സംവിധായകൻ ആര്? ബ്ലസ്സി. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. പോയിന്റ് ഗ്യാരിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബ്ലസ്സിയുടെ സിനിമ ഏതായിരുന്നു? ആടുജീവിതം. ഓക്കെ. അതിൽ ആരാ അഭിനയിച്ചതാരാ? പൃഥ്വിരാജ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഒരു റൗണ്ട് മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പൊ പോയിന്റുകൾ പറയും. 60 points. മതി. Vaiga Shaju 65 points. Indrajit 70 points. Archa Suresh 85 points. ചിലർക്ക് പോയിന്റ് ലഭിച്ചിട്ടുമില്ല, പക്ഷെ അത് കുഴപ്പമില്ല. ഈ റൗണ്ടില് പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ ഓരോ ചോദ്യത്തിന്റെ ഉത്തരത്തിനും ശരിയായിട്ടുള്ള ഉത്തരത്തിനും 25 പോയിന്റുകൾ ലഭിക്കും. അങ്ങനെ 4 എണ്ണം പറഞ്ഞാൽ 100 പോയിന്റ് ഒറ്റ റൗണ്ടിൽ അടിച്ച് ഇതുവരെ മുന്നിൽ നിന്നവരെ പോലും പിന്നിലാക്കാൻ പറ്റുന്ന ഒരു റൗണ്ടാണ് അവസാനത്തെ റൗണ്ടായിട്ടുള്ള റാപ്പിഡ് റൗണ്ട്. അപ്പൊ റാപ്പിഡ് റൗണ്ട് നമുക്ക് ആരംഭിക്കുന്നത് ഗ്യാരിയിൽ നിന്നാണ് ആരംഭിക്കുക. ഇതില് 4 ചോദ്യങ്ങൾ ചോദിക്കും. ഓരോ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസറിനും 25 പോയിന്റ്. പരമാവധി പോയിന്റുകൾ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു റൗണ്ട് കൂടിയാണിത്. അപ്പൊ ഫസ്റ്റ് ചോദ്യം ഗ്യാരി റെഡി? 100 പോയിന്റ് ആണ് കേട്ടാ. ആദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി? ഓസ്ട്രിച്ച്. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി? ഗംഗ. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഭാഷ? തമിഴ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം? കഥകളി. ഓക്കെ. അപ്പൊ ഗ്യാരിയോട് 4 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതായിരുന്നു? ഒട്ടക പക്ഷി അല്ലേ? ഗ്യാരി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു. ഗ്യാരിക്ക് അതിൽ 25 പോയിന്റ് കിട്ടി. ചുവന്ന നദി എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണെന്ന് ചോദിച്ചു. ഗ്യാരി പറഞ്ഞു ഉത്തരം ഏതായിരുന്നു? ഗംഗ എന്ന് പറഞ്ഞു. പക്ഷെ അത് തെറ്റാണ്. ബ്രഹ്മപുത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നാമത് ചോദിച്ചു, ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷ ഏത്? ഏതാ ഭാഷ? ഏതാ പറഞ്ഞു ഗ്യാരി? തമിഴ് എന്നാണ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ അത് ശരിയായിരിക്കുന്നു. തമിഴാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണെന്നാണ്. അത് കഥകളിയാണ് പറഞ്ഞത്. പക്ഷേ ഏതാ? കൂടിയാട്ടത്തിനാണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ നൃത്തരൂപം. ഓക്കെ. അപ്പൊ ഈ റൗണ്ടിൽ ഗ്യാരിക്ക് ലഭിച്ചിരിക്കുന്നത് 50 പോയിന്റ് ആണ്. 2 ശരി ഉത്തരം. ഈസിയാണ് ഉത്തരം പറയാ, ടെൻഷൻ വേണ്ട. ഓക്കെ. ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏത്? പസഫിക്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? പെരിയാർ. വീണ്ടും 50 പോയിന്റ് ആയിരിക്കുകയാണ്. കണ്ടാ, കഴിഞ്ഞ റൗണ്ടുകളിൽ പോയിന്റ് ഇല്ലെങ്കിലും ഈ റൗണ്ടിൽ അടിച്ച് കയറാണ് ഏഞ്ചലീന. മൂന്നാമത്തെ ചോദ്യം, ലോക മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അറിയില്ല എന്നാ അറിയോ? പറഞ്ഞോ. ഫെബ്രുവരി 21. ശരിയായിട്ടുള്ള ഉത്തരം. എന്താണ് എന്റെ പേര്? ഋഗ്വേദിന് ഒരു കയ്യടി കൊടുത്ത എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ലാസ്റ്റത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഡൽഹി. ഏതാ? കേരളം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേരളം എന്ന് പറയുന്നത്.
അപ്പൊ എന്തായാലും റാപ്പിഡ് റൗണ്ടില് 2 ചോദ്യങ്ങളുടെ ഉത്തരം ശരിയായിട്ട് നൽകിക്കൊണ്ട് ഇതുവരെയും പോയിന്റ് ഇല്ലെങ്കിലും ഏഞ്ചലീന ലാസ്റ്റ് റൗണ്ടിൽ 50 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു. അടുത്തത് വൈഗയോടുള്ള ചോദ്യമാണ്. വൈഗയ്ക്ക് 100 പോയിന്റ് നേടി ഒന്നാമത് എത്തണമെങ്കിൽ എത്താനായിട്ടുള്ള ഒരു റൗണ്ട് കൂടിയാണ്. സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ജുപ്പിറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളി. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ പർവ്വത നിരകൾ അറിയില്ല, ഏതാ? പശ്ചിമഘട്ടം. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏത്? ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാ? SBT എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരാണ്. 25 പോയിന്റ് കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇല്ല, 75. അടുത്തത് ഇന്ദ്രജിത്തിനോടുള്ള ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി. ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏത്? ഇടുക്കി ഡാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു. 75. കൈയടിച്ചു കൊടുക്കുന്നവർക്കൊന്ന്. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം ഏത്? കോഴിക്കോട്. 4ൽ 4, 100 പോയിന്റ്. അങ്ങനെ 100 പോയിന്റും അവസാന റൗണ്ടിൽ അടിച്ച് ഇന്ദ്രജിത്ത് പോയിന്റ് വ്യക്തമായി കൂട്ടിയിരിക്കുകയാണ്. ആർച്ചയ്ക്ക് ലീഡ് കൂട്ടണമെങ്കിലും ഇതിൽ വെച്ചിരിക്കുന്ന ഈ നമ്മുടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പഠിച്ചതും നമ്മൾ മത്സരിച്ചതും അല്ലെങ്കിൽ നമ്മൾ അറിവ് നേടിയതുമായിട്ടുള്ള കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ ഈ എൻക്വസ്റ്റ മെഗാ ഫൈനലിൽ അവസാന റൗണ്ടിലെ അവസാന കാൻഡിഡേറ്റ് ആണ് ആർച്ച. ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഇന്ത്യ. ശരിയായിട്ടുള്ള ഉത്തരം. ഹിമാലയം നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി? ബ്രഹ്മപുത്ര. വീണ്ടും ശരിയായിട്ടുള്ള ഉത്തരം. ആദ്യമായി മലയാളം അച്ചടിച്ച രാജ്യം? ഹോളണ്ട്. മലയാളം ആദ്യമായിട്ട് ഹോളണ്ടിലാണോ അച്ചടിച്ചത്? ആണോ? അപ്പൊ ഇന്ത്യയിലല്ലേ? അല്ല, ഹോളണ്ടാണ്. ശരിയായിട്ടുള്ള ഉത്തരാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഏത്? ഇന്ത്യ. 4ൽ 4, 100. അപ്പൊ അങ്ങനെ വളരെ ശക്തിയായ അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു അവസാന റൗണ്ട്, 100 പോയിന്റിന് വേണ്ടിയിട്ടുള്ള റൗണ്ട് സമാപിച്ചപ്പോൾ അവസാന പോയിന്റ് നില നമുക്കൊന്ന് നോക്കാം. കാരണം നമ്മളിൽ നിന്ന് മത്സരിച്ച് അവസാനം വരെ പിടിച്ചു നിന്ന 5 പേരാണ് ഇവര്, അല്ലെ? ഒരു നല്ലൊരു കൈഡി കൊടുത്തവർക്കൊന്നുകൂടി. ഓക്കെ, ഫൈൻ. അപ്പൊ എന്തായാലും അവസാനത്തെ പോയിന്റുകൾ പറയാം. ഏഞ്ചലീന 50 പോയിന്റോടെ നമ്മുടെ വിദ്യാലയത്തില് 5ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. ഏഞ്ചലീനയ്ക്ക് ഒരു കൈഡി. അടുത്തത് ഗ്യാരി ജിയോ 110 പോയിന്റോടെ 4ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. കയ്യടിക്കൊക്കെ ഒരു ശക്തി വരട്ടെ. ഇനി വൈഗ ഷാജു ആണ് 3ാം സ്ഥാനത്ത്. 140 പോയിന്റ് ആണ് വൈഗയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 3ാം സ്ഥാനം നേടിയിരിക്കുന്നു വൈഗ. ഇനി 1ഉം 2ഉം സ്ഥാനങ്ങളാണ്. 2ാം സ്ഥാനത്ത് 170 പോയിന്റോടെ 7Hൽ നിന്നും ഇന്ദ്രജിത്ത്. ഈ മെഗാ എൻക്വസ്റ്റിയിലെ മിന്നും താരം അല്ലെങ്കിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത് എല്ലാ റൗണ്ടുകളിലും വ്യക്തമായിട്ടുള്ള ലീഡോടെ വ്യക്തമായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവസാനം വരെ പയറ്റി പൊരുതി 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ആരാ? ആർച്ച സുരേഷ്. നല്ലൊരു കൈയ്യടി ആർച്ചയ്ക്ക് കൊടുക്കാം. 6ാം ക്ലാസ്സിലാണ് ആർച്ച. 7ാം ക്ലാസ്സുകാരെ വരെ തറപ്പറ്റിച്ച് അറിവിന്റെ ലോകത്തേക്കും പുതിയ മുത്തായി കടന്നു വന്നിട്ടുള്ള ആർച്ചയ്ക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഒപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവരും വളരെ നന്നായി തന്നെ പങ്കെടുത്തു. അപ്പൊ എല്ലാവർക്കും ഒത്തിരി അഭിനന്ദനങ്ങൾ. താങ്ക് യു. സുരേഷ് 6E. Congratulations, Archa.
ഒരു അടിപൊളി കയ്യടി കൊടുത്തേ. 7ാം ക്ലാസ്സിലെ ചേട്ടന്മാരെ വരെ തോൽപ്പിച്ച് 6ാം ക്ലാസ്സിലെ പെൺകുട്ടിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അടുത്തതായി കൺഗ്രാറ്റുലേഷൻസ് ഇന്ദ്രജിത്ത്, വെരി ഗുഡ്, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പോയിന്റ് വ്യത്യാസത്തിലാണ്. വളരെ നന്നായി തന്നെ 5 പേരും ഇവിടെ മത്സരിച്ചു. വൈകയും വളരെ നല്ല രീതിയിൽ തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന one of the students, Gary, congratulations. Angelina. And the 5th position goes to Angelina Rose AJ of class 6B. Congratulations Angelina. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മുടെ സ്കൂളിലെ ടോപ്പ് 5 ഒരാള് തന്നെയാണ് Angelina Rose. Thank you so much. വളരെ രസകരമായി തന്നെ നിങ്ങൾ എല്ലാവരും ഇതിലെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വിസ് നടത്തി. എല്ലാവരും ശ്രദ്ധയോടുകൂടെ തന്നെ ഇരുന്നു. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു ജനൽ മാഷിന്റെ ഒരു പ്രസന്റേഷൻ ആണ്. ആൻഡ് താങ്ക് യു ജനൽ മാഷ്. ഒപ്പം തന്നെ കുട്ടികൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി. നല്ല സൈലന്റ് ആയിരുന്നു, ആരും വർത്തമാനം പറഞ്ഞില്ല, എല്ലാവരും ക്വിസില് പങ്കെടുത്തിരുന്നു. നിങ്ങൾക്ക് തന്നെ ഒരു വലിയ കയ്യടി. താങ്ക് യു. അതുപോലെ ഇവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനും, ഡിസിപ്ലിൻ ടീച്ചേഴ്സ്, അതുപോലെ എൻക്വസ്റ്റ് ക്വിസ് ചാർജുള്ള ടീച്ചേഴ്സ്, എല്ലാവർക്കും താങ്ക് യു.